ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി ഈ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാട്ടോ. എന്താ കുട്ടീഷ്ണ, കല്യാണക്കാര്യത്തിൽ നീ എന്നെ ഒന്ന് സഹായിക്കുന്നേ, പൈസ കിട്ടുമ്പോൾ നിന്റെ രണ്ട് കയ്യിൽ ഞാൻ വെണ്ണ അയച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അശ്വിൻ അത് ആ സ്റ്റൂളിലെ മുകളിൽ കേട്ട് ഇങ്ങനെ ആലോചിക്കണേ, ഇവൾക്ക് എന്താ വട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജലി അങ്ങോട്ടേക്ക് വരുവാണ്. എന്താ ശ്രുതി, നീ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണത്? ആരുടെ കല്യാണക്കാരും നീ സംസാരിക്കണത് എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട്, വേറെ ആരുടെ, എൻ്റെ തന്നെ. നിന്റെയോ? അതില്ല മേഡം, എനിക്കൊരു കാര്യം എടുത്തിട്ട് ചോദിക്കാനുണ്ടെന്ന് പറയുവാണ്. ആ സമയത്ത് അശ്വിനാകെ ഞെട്ടുവാട്ടോ ശ്രുതിയുടെ കല്യാണക്കാരെന്ന് കേൾക്കുമ്പോഴേക്കും. അഞ്ജലി ചോദിക്കണ്ടേ, എന്ത് കാര്യം നിനക്ക് ചോദിക്കാനുള്ളത്? അതെ മേഡത്തിന്റെ ഭർത്താവിനെ കണ്ടുമുട്ടിയത് എപ്പോഴാണ്? ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച് മാരേജ് ആയിരുന്നു? മേഡത്തിന് എപ്പോഴാണ് മനസ്സിലായത് ഇത് എൻ്റെ ആളാണ്, ഇതെന്റെ ഭർത്താവാൻ പോകുന്ന ആളാണ്? ആ ഒരു സ്നേഹം മേഡത്തിന്റെ മനസ്സിൽ എപ്പോഴാ തോന്നിയത്? എനിക്ക് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഈ കുട്ടി ഇത് എന്തൊക്കെയാ ചോദിക്കണതെന്ന് ചോദിക്കുമ്പോൾ, പ്ലീസ് മേഡം പറ, എനിക്ക് അറിയാൻ ആഗ്രഹം കൊണ്ട് ചോദിക്കണതല്ലേ എന്ന് പറയുവാട്ടോ. ആ സമയത്ത് അഞ്ജലി പറയേണ്ട, അത് വേറൊന്നല്ല കുട്ടി, നമുക്കൊരാളെ കാണുമ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിലങ്ങനെ തോന്നും, ഇതാണ് നമ്മുടെ ജീവിത പങ്കാളി, ഇയാളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതൊക്കെ ആ ഒരു തോന്നൽ നമുക്ക് ഉള്ളിൽ ശരിക്കും അങ്ങനെ തോന്നി തുടങ്ങും. ആ സമയത്ത് നമ്മൾ അയാളെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നത്. അയ്യോ മേഡം, ഞാൻ അതല്ല ചോദിച്ചത്. അയാളെ കാണുമ്പോഴും അതുപോലെ തന്നെ കാണാതിരിക്കുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന മാറ്റം എന്തായിരുന്നു? മേഡത്തിന് എപ്പോഴാണ് അയാൾക്ക് പ്രണയം തുടങ്ങി എന്ന് മനസ്സിലായത് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അയാളെ എപ്പോഴും കാണണമെന്ന് തോന്നും. രാവിലെ ആയാലും രാത്രി ആയാലും അയാളെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഉറങ്ങാൻ കിടക്കുമ്പോഴാണെങ്കിലും അയാളെ കുറിച്ച് നമ്മൾ വെറുതെ ആലോചിച്ചുകൊണ്ടിരിക്കും. വെറുതെ ആണെങ്കിൽ പോലും അയാൾ നമ്മുടെ അടുത്തുള്ളതായിട്ട് നമുക്ക് തോന്നും. എവിടെ നോക്കിയാലും അയാളുടെ പ്രസൻസ് ഉള്ളതായിട്ടൊക്കെ തോന്നും. അയ്യോ മേഡം, അത് മാത്രമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വേറെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ പോകുമ്പോൾ, വേണ്ട ഇനി ഒന്നും പറയണ്ട, ഈ കുട്ടിക്ക് എന്തൊക്കെ അറിയണം എന്ന് പറയുന്നിട്ട് നമ്മുടെ അഞ്ജലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അശ്വിൻ. പെട്ടെന്ന് ശ്രുതി അശ്വിനെ നോക്കുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഇളകുവാണ് ആ സ്റ്റൂളിൽ നിന്ന്. ആ സമയത്ത് ശ്രുതി, അയ്യോ സാർ ഇപ്പൊ വീഴും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിനെ പിടിക്കാൻ പോകുമ്പോഴേക്കും അശ്വിൻ ഓൾറെഡി വീണിട്ടുണ്ടാവുമായിരുന്നു. അശ്വിനെ പിടിക്കാൻ പോയതുകൊണ്ട് ശ്രുതിയും വീഴുവാണ്. രണ്ടുപേരും അവിടെ ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു, അതിൽ നിറച്ചും ഈ കോലം വരക്കാനുള്ള പല പല കളറിലുള്ള പൊടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിലേക്കാണ് രണ്ടുപേരും കൂടി വീഴുന്നത്. അപ്പോൾ വീഴുമ്പോൾ രണ്ടുപേരുടെ മേത്ത് ഫുള്ളും കോലം ആവാണ്. അപ്പോൾ ആ ഒച്ച കേട്ട് നമ്മുടെ അഞ്ജലിയും അതുപോലെ ലാവണ്യയും മനോരമയൊക്കെ വരുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു ബഹളം, അയ്യോ ഇതെന്ത് സംഭവിച്ചു? കോലത്തിനിടേണ്ട പൊടി മുഴുവൻ നിങ്ങളുടെ മേത്താണല്ലോ ഇരിക്കുന്നത്, ഈ കീറസാരിക്കാരി എന്തെങ്കിലും ചെയ്തായിരിക്കും. എല്ലേടി നീ എന്താണ് ചെയ്തത്? എൻ്റെ കുഞ്ഞിനെ എടുത്ത് നിലത്തേക്ക് ഇട്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അത് എൻ്റെ കാല് പെട്ടെന്ന് സ്ലിപ്പായി വീണതാണ് ആൻറ്റി എന്ന് പറയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ നീ കോലവും പരിഷ്കാരമൊന്നും ഈ പ്രാവശ്യം വേണ്ടാന്ന്. അപ്പൊ അമ്മക്കായിരുന്നു ഏറ്റവും നിർബന്ധം, ഇപ്പൊ എന്തായി എന്നൊക്കെ മനോരമ പറയാണ്. ആ സമയത്ത് നമ്മുടെ ലാവണ്യ പറയുന്നുണ്ട്, എസ് നീ പോയി ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വാ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഹോളി ആഘോഷിന്ന് അല്ല നാട്ടുകാർ വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. കാർട്ടൂൺ ബേബി നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാവണ്യ ശ്രുതിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുക കേട്ടോ. റൂമിലെത്തിയ ശ്രുതി എടുത്ത് ലാവണ്യ പറയണ്ട, അതേ കാർട്ടൂൺ ബേബി നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, നാളെ ദീപാവലി അല്ലേ, എനിക്ക് സാരി എടുത്താൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹമുണ്ട്, നിന്റെ അഭിപ്രായം എന്താ? അത് നല്ലതാണ് മേഡം, മേഡത്തിനാണെങ്കിൽ സാരി നന്നായിട്ട് ചേരുകയും ചെയ്യും. പക്ഷെ എനിക്ക് സാരി എടുക്കാൻ ശരിയാവുന്നില്ല ശ്രുതി, എത്ര നോക്കിയിട്ടും ശരിയാവുന്നില്ല, നീ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാവോ? അതിനെന്താ മേഡം, അത് വളരെ സിമ്പിളാണ് എന്ന് പറയട്ടെ ശ്രുതി എവിടെ സാരി എവിടെയും ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ലാവണ്യ ട്രയൽ നോക്കാൻ വേണ്ടി ഒരു സാരി ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, ആദ്യം തന്നെ നമ്മൾ സാരി നന്നായിട്ട് കുടയണം, കുടനിട്ടിന്റെ അറ്റം ഉണ്ടല്ലോ അതിങ്ങനെ കുത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സാരി ഇങ്ങനെ ഫ്ലീറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ്. ആ സമയത്ത് ആ ജനലിന്റെ അരികിൽ തന്നെ അശ്വിൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നാണ് അശ്വിൻ ആ കാഴ്ച കാണുന്നത്. ശ്രുതി ലാവണ്യനെ സാരി ഉടുപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ആ കാഴ്ച കാണുന്നത് നമ്മുടെ അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വെള്ളമല്ല നിലത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ കണ്ടില്ല, ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കുത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ലാവണ്യ അശ്വിനെ കാണുവാണ്. ഏസ് ദേ വെള്ളമെല്ലാം നിലത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അശ്വിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ശ്രുതിക്ക് വല്ലാത്ത പോലെ ആവാണ്. അശ്വിൻ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കാം. ശ്രുതി പെട്ടെന്ന്, മേഡം ഞാൻ ഇപ്പോൾ വരാം, എനിക്ക് പെട്ടെന്നൊരു തലവേദന പോലെ, ഞാൻ മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാം. അയ്യോ അതിന് നീ മെഡിക്കൽ സ്റ്റോറിൽ പോകണ്ട, ചിലപ്പോൾ അഞ്ജലി ചേച്ചിയുടെ അടുത്തോ അല്ലെങ്കിൽ രാമേട്ടൻ്റെ അടുത്തോ മനോരമയുടെ അടുത്തോ എങ്ങാനും മെഡിസിൻസ് ഉണ്ടാവും, ഞാൻ ചോദിച്ചിട്ട് വരാം. വേണ്ട മേഡം, ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്, അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും, ഞാൻ മേടിച്ചിട്ട് ഇപ്പം വരാം എന്ന് പറഞ്ഞ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അവിടെ നിന്ന് ഇറങ്ങുന്ന ശ്രുതി വേഗം തന്നെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകാൻ വേണ്ടി റോട്ടിൽ കൂടി നടക്കുന്ന സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കണം, അവിടെ നിന്ന് ഈ കാരണം പറഞ്ഞ് ഇറങ്ങിയത് നന്നായി, അല്ലെങ്കിൽ എനിക്ക് ആകെ ശ്വാസം മുട്ടിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വേഗം ഒരു ഓട്ടോക്ക് കൈ കാണിക്കും. ഓട്ടോ ഒന്ന് നിർത്തോ എന്ന് പറഞ്ഞിട്ട് ഓട്ടോക്ക് കൈകാട്ടുവാണ്.
ആ സമയത്ത് ഓട്ടോ നിർത്തുന്നുണ്ട്. ശ്രുതി പറയേണ്ട ആ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് നിർത്തണം ചേട്ടാ എന്ന് പറയാണ്. ശരി മാഡം. അല്ല ഏത് മെഡിക്കൽ സ്റ്റോറാ, പെട്രോൾ പമ്പിന്റെ അവിടത്തെയാണോ അത് സിറ്റിയിലെയാണോ എന്ന് ചോദിക്കുകയാണ്. എന്താ ചേട്ടാ? അല്ല പെട്രോൾ പമ്പിന്റെ മെഡിക്കൽ സ്റ്റോർ ആണെങ്കിൽ അവിടെ അധികം മരുന്നൊന്നും കാണില്ല എന്ന് ആ ഓട്ടോക്കാരൻ പറയുമ്പോൾ ശ്രുതി പെട്ടെന്ന് മിടിച്ചു നോക്കുവാണ്. അത് അശ്വിനായിട്ട് ശ്രുതിക്ക് തോന്നുവാട്ടോ. നിങ്ങളോ? എന്റെ കണ്ണീര് വീണ്ടും വിളിക്കണം. ഓട്ടം നിർത്ത് എന്ത് പറ്റി കുട്ടി എന്ന് ഓട്ടോക്കാരൻ ചോദിക്കുമ്പോൾ ഓട്ടം നിർത്താനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഓട്ടം നിർത്തിപ്പിച്ചിട്ട് അവിടെ ഒറ്റ ഓട്ടം ഓടുവാട്ടോ. അപ്പൊ ഓട്ടോക്കാരൻ മനസ്സിൽ വിചാരിക്കുകയാണ്, രാവിലെ അവിടുന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നോളും എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോക്കാരൻ പോകുന്നുണ്ട്. അതിനുശേഷം ശ്രുതി വേഗം തന്നെ അശ്വിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഗേറ്റ് തുറന്ന് ഓടിപ്പോകുമ്പോഴേക്കും സെക്യൂരിറ്റി ചേട്ടൻ അതേ മോളെ തലവേദന കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ ഞെട്ടിപ്പോകാണ്. ആ സെക്യൂരിറ്റി ചേട്ടനും ശ്രുതിക്ക് അശ്വിനായിട്ടാ തോന്നുന്നത്. എന്താ? അല്ല തലവേദന കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി വേഗം അകത്തേക്ക് കയറി പോവാണ്. അയ്യോ ഈ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് ആ സെക്യൂരിറ്റി ചേട്ടൻ വിചാരിക്കുകയാണ്. ശ്രുതി അകത്തേക്ക് കയറി പോകുമ്പോൾ അവിടെ ഡ്രസ്സുകളെല്ലാം അലക്കുന്ന ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ പയ്യന്റെ കയ്യിൽ നിന്ന് പെടുന്ന ഡ്രസ്സുകളെല്ലാം ശ്രുതിയുടെ മേത്തിടിച്ചിട്ട് നിലത്തേക്ക് വീഴുവാണ്. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ആ പയ്യനെ കാണുമ്പോഴും അശ്വിനെ പോലെ തോന്നുവാണ്. സോറി മാഡം, അറിയാണ്ട് ഡ്രസ്സ് നിലത്ത് വീണതാ എന്ന് പറയട്ടെ ആ പയ്യൻ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ എടുക്കെടുക്കുവാണ്. അതൊക്കെ നമ്മുടെ ശ്രുതിക്ക് അശ്വിനായിട്ട് തോന്നുവാട്ടോ. ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. ഈശ്വര, എനിക്ക് എന്താ എല്ലാം ആയിട്ട് തോന്നുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും എൻ്റെ മനസ്സിലുണ്ടോ? ഇനി ആ അശ്വിൻ സാറിനോട് എനിക്ക് പ്രണയമുണ്ടോ? അതാണോ ശ്യാം സാറുള്ള കല്യാണത്തിന് എനിക്ക് സമ്മതിക്കാൻ പറ്റാത്തത് എന്ന് ശ്രുതി തന്നെ പറയുവാണ്. പെട്ടെന്ന് അശ്വിൻ ശരിക്കും റിയൽ ആയിട്ട് അവിടെ ഓഫീസിൽ പോകുമ്പോൾ റെഡി ആയിട്ട് ഫയലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വരുവാട്ടോ. ശ്രുതി പെട്ടെന്ന് അശ്വിന്റെ മേത്തേക്ക് തട്ടി ഇങ്ങനെ വീഴുമ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പിടിച്ചു കഴിയുമ്പോഴേക്കും ശ്രുതി വിചാരിക്കും അതും ശ്രുതിയുടെ ഒരു ഇമാജിനേഷനാണെന്ന് വിചാരിക്കും കേട്ടോ. ശ്രുതി പെട്ടെന്ന് മനസ്സിലെ ആഗ്രഹം കൊണ്ട് അശ്വിനെ കെട്ടിപ്പിടിക്കുകയാണ്. കയ്യിൽ ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്, മുഖത്തൊക്കെ ഇങ്ങനെ തലോടുന്നുണ്ട്. ശ്രുതിയുടെ വിചാരം അപ്പോഴും അതെല്ലാം ഒരു ഇമാജിനേഷനാണെന്നാണ്. പെട്ടെന്ന് അശ്വിൻ പെട്ടെന്ന് ഇങ്ങനെ തട്ടുവാണ്. എടി നിനക്കെന്താ വട്ടായോ? നിനക്കെന്താ ബോധമില്ലേ? നീ എന്താ ആലോചിച്ചിട്ടായി വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം അകത്തേക്ക് കയറി പോവാട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിനെ വിചാരിക്കുകയാണ്, എന്നാലും എന്തൊക്കെയായി ഇവിടെ നടക്കണത്? ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ആയി പോണത് എന്നൊക്കെ ആലോചിച്ചു ശ്രുതി ഇങ്ങനെ വീണ്ടും ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണേ ഏത് നേരം എപ്പോഴും ഈ അശ്വിൻ സാറിന്റെ വിചാരം മാത്രമേ എനിക്കുള്ളൂ. ഇനി അദ്ദേഹത്തോട് എനിക്ക് പ്രണയം തോന്നി തുടങ്ങിയോ? അതാണോ ഞാൻ ഇങ്ങനെയൊക്കെ ആവേണ്ടത് എന്നിങ്ങനെ വിചാരിച്ചിട്ട് ശ്രുതി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി തിരിച്ച് വീട്ടിലേക്ക് പോകുവാട്ടോ. വീട്ടിലേക്ക് പോകുമ്പോഴും ശ്രുതിയുടെ മനസ്സിൽ ഫുള്ളും അശ്വിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ശ്രുതി മനസ്സിലാക്കുവാണ് തനിക്ക് അശ്വിൻ സാറിനോട് പ്രണയം തുടങ്ങി എന്നുള്ള സത്യം. ശ്രുതി മനസ്സിലാക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും തീരുന്നത്. ഇന്ന് ഫുള്ളും ശ്രുതിയുടെ അശ്വിന്റെ ഭാഗം മാത്രമായിരുന്നു. ആ പ്രീതി കടയിൽ പോയിട്ട് സാധനം എടുക്കുന്ന ഭാഗമൊന്നും ഇന്ന് കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഓവറോൾ എപ്പിസോഡ് ഇന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഓൺ ആവുള്ളൂ. ഓൺ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.